ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രീകാന്തിനോട് പറയുകയാണ്, ശ്രീകാന്തെ ഫോൺ വിളിക്കേണ്ട, പോലീസുകാരെ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു, അപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് വിളിക്കണ്ട. അപ്പോൾ വർഷയാണെങ്കിൽ ചേച്ചി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, വിളിച്ചത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഒന്ന് വിളിച്ച് നോക്കട്ടേന്നേ. അങ്ങനെ ശ്രീകാന്ത് അതെ ഫോൺ റിങ് ആവുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ പേടി വന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ശ്രീകാന്ത് കുറച്ചു നേരം അങ്ങനെ ഹോൾഡ് ചെയ്തിങ്ങ് നിൽക്കുക. അപ്പോഴേക്കും കട്ടായി പോവുകയും ചെയ്തു. ദൈവമേ, അവരാരും ഫോൺ എടുത്തില്ലല്ലോ. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അച്ചമ്മയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് വല്ലാത്തൊരവസ്ഥ. ദൈവമേ, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേ, അവൻ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനുള്ള ഏത് ദുഷ്ടനാണാവോ ഈ പ്രവൃത്തി ചെയ്തത്, ആരാണെങ്കിലും അവൻ നല്ല ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ ഓരോ കാര്യങ്ങളും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആൻ്റണിയെ കാണിക്കുകയാണ്. അപ്പോൾ ആൻ്റണിയുടെ കൂട്ടുകാരനും കൂടി ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ അരണി ചേട്ടാ ഒന്ന് വണ്ടി നിർത്തി, എന്താടാ എന്ന് ചോദിക്കുകയാണ്. വണ്ടി നിർത്തിയിട്ട് അതെ അരണി ചേട്ടാ, നമുക്ക് ഇവിടം കൊണ്ട് ഈ അന്വേഷണം നിർത്തിയാലോ, എന്നിട്ട് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാലോ. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേന്നേ, നമുക്ക് എന്നിട്ട് ശ്രുതിയോട് പറയാന്നേ, അവൻ അന്വേഷിച്ചെന്നും എന്നിട്ട് എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഞങ്ങൾ അന്വേഷിച്ച് മടുത്തെന്നും എന്നൊക്കെ പറയാം. എന്താണ് ശ്രുതി ഇപ്പോൾ ഒരു കാരണവശാലും ജീവനോടെ ഇല്ല എന്നൊക്കെ അങ്ങോട്ട് നമുക്ക് തട്ടിക്കളഞ്ഞാലോ. എന്നിട്ട് ദേ മിണ്ടാതെ പൊയ്ക്കോളണം, നീ ഓരോ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ദേ ഇന്ന് 12 മണിക്കുള്ളിൽ ശ്രുതിയെ കണ്ടെത്തിയില്ലെങ്കിൽ ശ്രുതിയെ തട്ടിക്കളയോന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കത് കണ്ടെത്തിയേ മതിയാവുള്ളൂ, നീ വണ്ടി കയറാൻ നോക്ക്. അപ്പോഴാണ് ദേ ശ്രുതിയുടെ വിളി. എന്താ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴേക്കും ദേ ആൻ്റണി ശ്രുതിയെ കണ്ടെത്തിയോ, എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞങ്ങളിപ്പോൾ റോഡിലാണ്, ഞങ്ങൾ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കണ്ടെത്തും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, ശ്രുതിയെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ വിളിക്കാം ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ എൻ്റെ ശ്രുതിയുടെ ജീവൻ ആപത്തിലാ. ദേ സച്ചി ഇവിടുന്ന് പോയിട്ടുണ്ട്, ശ്രുതിയെ കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എത്തി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ മറച്ചു വെച്ച പല രഹസ്യങ്ങളും അവൻ അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പണി പാളും ആൻ്റണി. അതാ ഞാൻ പറയുന്നത്, ശ്രുതി ടെൻഷൻ ആവാതിരിക്കുക, സച്ചി ഏതായാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റണി സച്ചി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇവന് കണ്ടെത്തണമെന്ന് ഒരേ വാശിയാണ്. പിന്നീട് കാണിക്കുന്നത് ബാറാണ്. അപ്പോൾ ബാറിൽ നിന്ന് കുറേ കുടിയന്മാരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ മഹേഷും ഉണ്ട്. അപ്പോൾ മഹേഷ് ഇങ്ങനെ കുടിച്ചിങ്ങനെ ലെക്ക് കെട്ടി ഇങ്ങനെ വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കാറിൻ്റെ വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയി അതേ വണ്ടി തന്നെയാണ്. പുറകിൽ ഒരു ഗോൾഡൻ കളറ് ശൂലത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് മഹേഷിൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു. അങ്ങനെ മഹേഷ് സച്ചി എന്തായിരിക്കും മെസ്സേജ് വിട്ടത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും വണ്ടിയുടെ ഏത് വണ്ടിയാണെന്നും അതേപോലെ തന്നെ വണ്ടിയുടെ പിറകിലെ ആ സ്റ്റിക്കറിൻ്റെ കാര്യം ഉൾപ്പെടെ സച്ചി അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കാൻ പോകുന്ന സമയത്താണ് മഹേഷിന് ആ കാര്യം ഓർമ്മ വന്നത്. താനിപ്പോൾ കണ്ടത് ആ ഒരു ശൂല ഒട്ടിച്ച കാറല്ലേ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുകയാണ്. അതേ കാർ തന്നെ, കറുപ്പ് കാറും അതേപോലെ ഗോൾഡൻ കളർ ഷൂലും ബാക്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇത് കണ്ട മഹേഷിന് കുടിച്ചതെല്ലാം വിട്ടുപോയി. എന്നിട്ട് ഇതിപ്പോൾ തന്നെ അറിയിക്കണമല്ലോ, ദൈവമേ ഇത് ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയ വണ്ടി തന്നെയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയെ വിളിക്കുകയാണ് ഈ മഹേഷ്. എടാ മഹേഷേ, എടാ ഞാനടിച്ച മെസ്സേജ് നീ കണ്ടോ? എടാ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. എടാ നീ ആ പറയുന്ന ആ കാറില്ലേ, അത് എടാ ഇവിടെ തന്നെ ഉണ്ടടാ. ഇവിടെ തന്നെ ഉണ്ടെന്നോ? നീ ഇതെവിടെയാ? അത് പിന്നെ ഞാനൊരു പ്രോഗ്രാമിന് പോകുമായിരുന്നു. ആ സമയത്തെ RK ബാറില്ലേ, ആ ബാറിൽ കയറി 2 അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കയറി 2 അടിച്ച് തിരിച്ചു വരുമ്പോഴാണ് നിന്റെ മെസ്സേജ് എടുത്ത് നോക്കുന്നത്. ദേ മെസ്സേജ് എടുത്ത് നോക്കിയതും കാറ് ദേ അതേ അടയാളത്തിൽ തന്നെ ഇവിടെ കിടപ്പുണ്ടടാ എന്ന് പറയാം. ആണോടാ? എടാ എങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. എടാ ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയത് ആ കാറ് തന്നെയാണ്. അവരാരെങ്കിലും ആ കാറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും നീ പിടിച്ചു നിർത്തണം. എന്നിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കണം. അതിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാം, നീ എനിക്കൊരു ലൊക്കേഷൻ അടിച്ചു തന്നേര് എന്ന് പറയാണ്. ശരിയുടെ സച്ചി, ഞാൻ ഇപ്പം തന്നെ ലൊക്കേഷൻ അടിച്ചു തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. സച്ചിയാണെങ്കിൽ ധൃതി പിടിച്ച് വരികയും ചെയ്യാണ്. അങ്ങനെ മഹേഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ എടങ്ങേറായ വല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ
നീലിമ വേറൊരു ഗുണ്ടയുണ്ടല്ലോ, ആ ഗുണ്ടയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുന്ന് പോയ 2 ഉണ്ടല്ലോ, അതെവിടെ പോയി? വരും മേഡം, മേഡം ടെൻഷൻ ആവല്ലേ. അല്ല, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്, ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, അവരെനിക്ക് കാണണം, കണ്ടാലേ സമാധാനമാവുള്ളൂ. ഇവരില്ലെന്ന് ഞാൻ അങ്ങനെ പോവും. മേഡം പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. വേണ്ട, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ 2 പേരെയും തനിച്ചിട്ട് ഞാൻ പോവാനാ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഏതായാലും അവർ വരട്ടെ, എങ്കിൽ പിന്നെ മേഡം ഞാനേ വിളിച്ചു നോക്കാം അവരെ. ശരി, പെട്ടെന്ന് വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വിളിച്ചു നോക്കിയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആ വണ്ടിയുടെ അടുത്തേക്ക് 2 ഗുണ്ടകൾ വരികയാണ്. അപ്പൊ ഗുണ്ടകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവരാണെങ്കിൽ കുടിച്ച് ലെക്ക് കേട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോ മഹേഷ് വന്നിട്ട്, ഹലോ, അവിടെ നിന്നേ, എന്താ? അല്ല, നിങ്ങൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞങ്ങളെയോ? നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. ഞങ്ങളെ എവിടെയും കണ്ട് പരിചയം വെക്കാൻ നിങ്ങൾക്ക് ഒരു സാധ്യതയില്ല. അല്ല, എവിടെയോ പരിചയമുണ്ട്. നിങ്ങളത് മാറുന്നുണ്ട്. അല്ല, നിങ്ങളുടെ വീട് എവിടെയാണ്? പേരെന്താണ് എന്നൊക്കെ ചോദിക്കുക. ഞങ്ങൾക്ക് വീടില്ല, പേരുമില്ല, മാറി നിൽക്കണം അവിടെ നിന്ന് എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു കയ്യാങ്കളി വഴക്കൊക്കെ ഉണ്ടാകുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഗുണ്ടകളെ അവിടെ പിടിച്ചു നിർത്തണമല്ലോ സച്ചി വരുന്നവരെ. അങ്ങനെ മഹേഷിനിട്ട് അടിക്കുകയാണ് ഈ ഗുണ്ടകള്. അങ്ങനെ മഹേഷിനെ അടിച്ച് തള്ളി താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നു സച്ചിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ കാലി മൂത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. ഇങ്ങനെ സച്ചി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഗുണ്ടകളെ പിടിച്ചിട്ട് പടക്കെന്നും പറഞ്ഞ് അടിക്കണം. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കണം. എവിടെടാ സുധി, എവിടെടാ നിങ്ങൾ? സുധിയെ എവിടെയാടാ തട്ടിക്കൊണ്ടുപോയെന്നോ? ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ആളറിയാതെ കിടന്ന് സംസാരിക്കുകയാണ്. ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറയാ. നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി, എൻ്റെ ചേട്ടനെയാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. സുധി, മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കി ഞാനെന്നും പറഞ്ഞുകൊണ്ട് തല്ലാവുന്നതിൻ്റെ പരമാവധി പിടിച്ചിട്ട് തല്ലുകയാണ് സച്ചി. അപ്പോഴേക്കും ഈ ഗുണ്ടകൾ, അയ്യോ ഞങ്ങളതൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ സത്യം പറയാവേ. എങ്കിൽ പറ, നിങ്ങൾ എന്തിനാ സുധിയെ തട്ടിക്കൊണ്ടുപോയത്? ആര് പറഞ്ഞിട്ടാ തട്ടിക്കൊണ്ടുപോയത്? അത് സുധിയെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് ഒരു ലേഡിയാണ്. ലേഡിയോ? ആ ലേഡിയുടെ പേരെന്താ? പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഞങ്ങൾ ചോദിച്ചിട്ടും ആ മേഡം പറഞ്ഞില്ല. നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ച ആ ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി, പേരൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് സാറേ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാം. എങ്കിലേ അവനെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലം എനിക്ക് കാണിച്ചാ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ പിന്നാലെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി 2 കൽപ്പിച്ച് ഇവരോടൊപ്പം പോവാണ്. അങ്ങനെ പോയി ആ ഗുണ്ടയുള്ള ആ സ്ഥലത്തെത്തി. ഈ സുധിയെ പാർപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവനാരാടാ എന്ന് ബാക്കിയുള്ള ഗുണ്ടകൾ ചോദിക്കാം. അതെ, സുധിയെ തട്ടിക്കൊണ്ടുപോയത് എവിടെയാണ്? ഭീഷണിപ്പെടുത്തി ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നതാ. സുധിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. ഓഹോ, അപ്പോ അതിനൊക്കെ വേണ്ടിയാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? എങ്കിൽ പിന്നെ നമ്മൾ ആരാണ്, നമ്മളുടെ കളികൾ എന്താണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. എടാ, നീ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടുത്തെ മേഡം ഇറങ്ങിപ്പോയത്. തിരിച്ചു വരും, ഇപ്പൊ തന്നെ തിരിച്ചു വരും. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്നിട്ട് നമുക്ക് ഇവനെ വിടണോ വേണ്ട എന്നൊക്കെ ആലോചിക്കാം. അപ്പോ നമ്മുടെ സുധി സച്ചിയെ കണ്ടിട്ട്, സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിയാണ്. സുധി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും സുധിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എടാ, നിന്റെ കെട്ട് ഞാൻ അഴിച്ചുതരാമെന്ന് പറഞ്ഞു കെട്ടഴിക്കാൻ പോണ സമയത്ത് ഈ ഗുണ്ടകൾ ചുറ്റും കൂടിയിട്ട് സച്ചിക്ക് നേരെ തോക്ക് വെക്കുകയാണ്. നീ ഇവനെ രക്ഷിച്ചുകൊണ്ട് പോകോ? ഞങ്ങളെ 1 ലക്ഷത്തിലാണ് ഇവനെ പിടിച്ചു പൂട്ടി കെട്ടിയിരിക്കുന്നത്. 50 ലക്ഷം രൂപ ഇവന്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടാതെ ഇവനെ വിടുന്ന പ്രശ്നമില്ല എന്നൊക്കെ സച്ചിയോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും 1 ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ലക്ഷ്യം നിറവേറ്റിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ, അല്ലാതെ പോകുന്ന പ്രശ്നമില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഓ, ഇവന്റെ പറച്ചില് കേട്ടോടാ, ഇവന് തോക്ക് വേണോ അല്ലെങ്കിൽ കൈ വേണോ? അപ്പോ വേറെ ഗുണ്ടകൾ പറയാം, തോക്ക് നമ്മൾ ഈ സുധിക്ക് വേണ്ടി കരുതി വെച്ചല്ലേ, ഇവനെ ഒതുക്കാൻ നമ്മുടെ കൈകൾ മാത്രം മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ചിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ നിൽക്കുക. സുധിക്കാണെങ്കിൽ നല്ല ചിരിയാണ്, കാരണം സച്ചിയുടെ യഥാർത്ഥ സ്വഭാവം സുധിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അങ്ങനെ ഈ ഗുണ്ടകൾ തോക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ഗുണ്ട നമ്മുടെ സച്ചിയെ അടിക്കാനായിട്ട് കൈ ഉയർത്തിയപ്പോഴേക്കും സച്ചി ആ കൈ അങ്ങോട്ട് തടയുകയാണ്. പിന്നെ അവിടെ നടന്നത്
പൂരടിയാണ്. എടാ മണ്ടന്മാരെ, നീയൊക്കെ എവിടെ നിന്ന് വന്നവരാണെടാ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ വന്ന സ്ഥലം വരെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പൂരമണ്ടന്മാര് സച്ചിയുടെ അടി പിടി എല്ലാം മേടിച്ചിട്ട് വിട്ടോടാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, രക്ഷപ്പെട്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകൾ രക്ഷപ്പെടുകയാണ്. സച്ചി ഇവരുടെ പിന്നാലെ ഓടാൻ പോകുന്ന സമയത്ത് ശ്രുതി പറയണം, വേണ്ട സച്ചി നിർത്ത്, അവർ പൊയ്ക്കോട്ടെ, നീ വന്നെൻ്റെ കെട്ടഴിക്ക് എന്ന് പറയാ. അങ്ങനെ സച്ചി ഇവൻ്റെ കെട്ടഴിച്ചു കൊടുക്കുകയാണ്. എടാ ശ്രുതി, അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ആ സമയത്ത് വന്ന് കുതിച്ചുയർന്ന് കയറുകയാണ്. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുകയാണ്. വീണ്ടും ശ്രുതി, എടാ നിനക്കൊന്നും പറ്റില്ലല്ലോടാ, എടാ നിന്നെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പതിയെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും ശ്രുതിക്ക് പേടിയുണ്ട്. ദൈവമേ, ഇവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ? നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ആണ് ആ ഷോറൂം പണിതെന്ന് വല്ല ഇതുണ്ടാവോ ദൈവമേ, വല്ല അറിവും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവൻ മിണ്ടാതിരിക്കുകയാണോ? വീട്ടിൽ ചെന്നിട്ട് എല്ലാവരുടെ മുന്നിൽ പാട്ടാക്കാൻ വേണ്ടിയാണോ? ദൈവമേ, എന്ത് ചെയ്യും? അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ, എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല സച്ചി എന്നിങ്ങനെ പറയാം. എനിക്ക് മനസ്സിലായി നീ എന്താ ആലോചിക്കുന്നത്. ഇനി എന്ത് കള്ളം പറയണം എന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ? ആലോചിച്ചോ, നീ ഇഷ്ടം പോലെ ആലോചിച്ചോ. പക്ഷെ എല്ലാം എനിക്കറിയാം. നീ ഏതായാലും വീട്ടിൽ ചെല്ലുന്നത് വരെ നിനക്ക് സമയമുണ്ടല്ലോ എന്ത് കള്ളം പറയണമെന്ന് ആലോചിക്കാൻ. നീ വണ്ടി കയറിയിരുന്ന് ആലോചിച്ച് നീ കണ്ടെത്ത്. പക്ഷേ അതിനു മുമ്പ് തന്നെ എനിക്ക് വീട്ടിലോട്ട് ചില കാര്യങ്ങളെല്ലാം വിളിച്ചു പറയണം നിന്നെ കിട്ടിയെന്ന്. കാരണം നീ വരാൻ വേണ്ടി കാത്തിരിക്കാൻ അവരെല്ലാവരും രാതി പിടിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാം. അപ്പോൾ രേവതിയുടെ ഫോണിലേക്ക് വിളിച്ച് സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ എന്ന് ചോദിക്കുക. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. രേവതി, പേടിക്കാനൊന്നുമില്ല, സുധി എൻ്റെ കൂടെ ഉണ്ടെന്നും പറയാണ്. സച്ചിയേട്ടാ, എവിടെയാ നിങ്ങൾ, എവിടെ വെച്ചാൽ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ അവിടെ വന്നിട്ട് വിശദമായിട്ട് തന്നെ പറയാം. എല്ലാവരോടും പറഞ്ഞേര്, ടെൻഷൻ അടിക്കണ്ട എന്ന് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ അച്ചമ്മയും രവിയും ചോദിക്കുകയാണ്, എന്തായി മോളെ കാര്യങ്ങൾ, എന്താ അവൻ പറഞ്ഞത്? സുധിയെ അദ്ദേഹത്തെ കിട്ടിയെന്നാ പറഞ്ഞത്, പേടിക്കാനൊന്നുമില്ല, ഇപ്പം അദ്ദേഹത്തെയും കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. കാരണം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഇവൻ വരുന്നത് എന്ന് ചിന്തിച്ച്. അപ്പോൾ പിന്നെ സുധി ചേച്ചി സന്തോഷമായില്ലേ, ദേ സുധിച്ചേട്ടനെ കിട്ടിയിട്ടുണ്ട് എന്ന് വർഷ പറയാ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ, അതെ ഞാൻ ഉച്ച മുതൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയല്ലേ, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേളോട്ട് കയറി പോവുക. ഇതെന്ത് പറ്റി? സുധിച്ചേട്ടൻ്റെ കാര്യം അറിയുമ്പോൾ ശ്രുതി ചേച്ചി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നാണ് വിചാരിച്ചത്, ഇപ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.